ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ശ്രീമദ് ദേവി ഭാഗവതം സുദ്യുമ്ന സ്തുതിയാണ് ഇന്ന് പറയണത് കേട്ടോ. സൂതൻ തുടർന്ന് പറയുകയാണ്, ഇളയിൽ ബുധന്റെ പുത്രനായിട്ടാണ് പുരൂരവസിന്റെ ജനനം. സുദ്യുമ്നൻ ഉത്തമനായ ഒരു രാജാവായിരുന്നു അത്രേ. ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോവുകയുണ്ടായത്രേ. കുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ അത്ഭുതകരമായ കൊമ്പിൽ തീർത്ത വില്ലിൽ ശരം തൊടുത്തും രാജാവ് അനേകം മൃഗങ്ങളെ കൊന്നൊടുക്കി. മുയല്, പോത്ത്, പുലി, കരിമാൻ എന്നു വേണ്ട ഭക്ഷണയോഗ്യമായ അനേകം മൃഗങ്ങളും രാജാവിൻ്റെ അമ്പിനിരയായി. അദ്ദേഹം മേരുപർവ്വത സാനുവിലുള്ള അതിമനോജ്ഞമായ കുമാരവനത്തിൽ പ്രവേശിച്ചു അത്രേ. അപ്പോ അശോകം, ഇലഞ്ഞി, പന, പ്ലാവ്, കടമ്പ്, ചെമ്പകം, മാവ് മുതലായിട്ടുള്ള മരങ്ങൾ അവിടെ കൂട്ടം കൂട്ടായിട്ട് നിൽക്കണ്ടായിരുന്നു. വായുവില് മുല്ലപ്പൂവിൻ്റെ ഗന്ധവും നിറഞ്ഞിരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചു. തെങ്ങ്, വാഴ, പിച്ചി, കുറിഞ്ഞി, തൂമുല്ല മുതലായ സസ്യജാലങ്ങളും കുളക്കോഴി, മൂളിപ്പാട്ട് പാടുന്ന വണ്ടുകള്, കുയിൽനാദം, കാറ്റൂതുന്ന മുളങ്കാടിൻ്റെ പാട്ട് എല്ലാം കണ്ടും കേട്ടും രാജാവും കൂട്ടരും സന്തോഷത്തോടു കൂടിയിട്ട് കുമാരവനത്തിൽ പ്രവേശിച്ചത്. സുദ്യുമ്നൻ പെട്ടെന്നൊരു സ്ത്രീയായി മാറിയത്രേ. തൻ്റെ കുതിരയും ഇപ്പോൾ പെൺകുതിരയായിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പരിഭ്രമിച്ചും ലജ്ജിച്ചും രാജാവ് ഇനി എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോവും എന്ന് ചിന്തിച്ചും വിഷമിച്ചിരുന്നു. ആരാണ് എന്നെ ചതിച്ചത്? ഞാൻ ഇനി രാജ്യം എങ്ങനെ ഭരിക്കും എന്നൊക്കെ ഓർത്തിട്ട് രാജാവിന് വല്ലാണ്ട് പരിഭ്രമായി. രാജാവ് കാട്ടിനുള്ളിൽ കയറിയ ഉടനെ സ്ത്രീരൂപമാകാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു. ആ സമയത്ത് കഥ കേൾക്കുകയാണ്. നാണക്കേട് കൊണ്ട് ഈ രാജാവ് നാട്ടിലേക്ക് തിരിച്ചു പോയില്ല. ആ കാട്ടിൽ തന്നെ താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങി ഒടുവിൽ ഇള എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ കാട്ടിലേക്ക് എത്തുകയാണ് നമ്മുടെ ബുധൻ. ബുധൻ പെട്ടെന്ന് തന്നെ ഇളയെ കാണുകയാണ്. പ്രണയവിവശനായി മാറുകയാണ്. അവൾക്കും ബുധനെ ഇഷ്ടാവാണ്. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അവർക്കുണ്ടാവുന്ന പുത്രനാണ് പുരൂരവസ്. അങ്ങനെ അവർ ജീവിച്ചു പോണതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇള അവിടെ വെച്ച് വസിഷ്ഠ മുനിയെ സ്മരിച്ചു അത്രേ. സ്മരിച്ച മാത്രയിൽ ഗുരു അദ്ദേഹത്തിന് അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ശങ്കരനെ സംപ്രീതനാക്കി. വസിഷ്ഠൻ ഭഗവാനോട് വരമായി ചോദിച്ചത് സുദ്യുമ്നന്റെ പൗരുഷം വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ 1.5 മാസം ഇളയായും സുദ്യുമ്നായിട്ടും രാജാവ് ജീവിക്കാനുള്ള വരാണ് ഭഗവാൻ കൊടുത്തത്. രാജാവ് കൊട്ടാരത്തിൽ പോയി ഭരണം തുടങ്ങി. ആണായിരിക്കുമ്പോൾ രാജ്യഭാരവും പെണ്ണായിരിക്കുമ്പോൾ കൊട്ടാരത്തിൽ ഒളിച്ചും അദ്ദേഹം കഴിഞ്ഞു വന്നു. ഇതറിഞ്ഞ ജനം രാജാവിനെ നിന്ദിച്ച് സംസാരിക്കാനായിട്ടൊക്കെ തുടങ്ങി. അതിനാൽ യൗവനമായപ്പോൾ തന്നെ മകനായ പുരൂരവസിന് രാജ്യഭാരം നൽകി അദ്ദേഹം വാനപ്രസ്ഥത്തിനായിട്ട് പോയിത്രേ. അങ്ങനെ അദ്ദേഹം നാരദനിൽ നിന്നും നവാക്ഷര മന്ത്രം ദീക്ഷയെടുത്തിട്ട് ഭക്തിയോടെ ദേവിയെ ഉപാസിച്ചു എന്നാ പറയണത്. ഭഗവതി സിംഹാരൂഢയായിട്ട് പ്രീതിപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയണത്. ഇള ദേവിയെ സ്തുതിച്ചു. ഉപാസിക്കുന്നവർക്ക് അഭികാമ്യമായ രൂപത്തിൽ അവിടുന്ന് നിനക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. ഈ ലോകത്ത് അവിടുത്തെ മഹത്വം മനുഷ്യനായി ജനിച്ച ആർക്കാണ് അറിയുക? മുനിമാരും ദേവന്മാരും ഈ രൂപത്തിൽ മുഗ്ധരാണ്. അവിടുത്തെ ദയയും ഐശ്വര്യവും എത്ര അത്ഭുതകരം തന്നെ. ത്രിമൂർത്തികളും ഇന്ദ്രാദി ദേവന്മാരും അഷ്ടവസുക്കളും പോലും അവിടുത്തെ പ്രഭാവം അറിയാത്തവരാണ്. പിന്നെ സാധാരണക്കാരായ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? മന്ദബുദ്ധിയായ ഞാൻ അതിന് യോഗ്യനല്ലെങ്കിലും അവിടുത്തെ കൃപ എന്തെന്ന് ഞാൻ അറിയുന്നുണ്ട്. അവിടുത്തെ പ്രഭാവം എങ്ങനെ വർണ്ണിക്കും അമ്മേ? അവിടുന്ന് സ്ത്രീയോ പുരുഷനോ സഗുണയോ നിർഗുണയോ? അമ്മേ, ഞാൻ അവിടുത്തെ സദാ ധ്യാനിക്കണു, നമസ്കരിക്കണു. അമ്മയിൽ അചഞ്ചല ഭക്തി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണേ. ഇങ്ങനെ സ്തുതിച്ച ആ ഒരു രാജർഷിക്ക് ദേവി ആത്മസായുജ്യം നൽകി എന്നാണ് പറയണത്. അടുത്തത് ശ്രീമദ് ദേവി ഭാഗവതത്തില് ഉർവശി ചരിതാണ് കേൾക്കാൻ പോണത്. കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.